അതെ, സ്പീക്കർ എന്നുള്ള അവസാനത്തെ ഔദ്യോഗിക പരിപാടിയാണ്. ഇന്ന് നിയമസഭാ ദിനമാണ്. ഒന്നാമത് കേരള ഫസ്റ്റ് സഭ സമ്മേളനിച്ചത് 1957 ഏപ്രിൽ മാസം 27-നാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ എല്ലാ വർഷവും നിയമസഭാ ദിനം ഒബ്സർവ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായി നിയമസഭാ ദിനം ഒബ്സർവ് ചെയ്തിരിക്കുകയാണ്. ഈ സ്പീക്കർ എന്ന നിലയിൽ ഒരു 2.5 വർഷത്തോളം 3 വർഷത്തോളം പ്രവർത്തിച്ചല്ലോ. അപ്പോൾ ഈ ഏറ്റവും ചാരിതാർത്ഥ്യം നൽകിയ ഒരു തീരുമാനവും നടപടിയും എന്താണ്? സ്പീക്കർ എന്ന നിലക്ക് 3.5 വർഷത്തിലേറെ, ഏതാണ്ട് 44 മാസം നിയമസഭാ സ്പീക്കറായി പ്രവർത്തിച്ചിരിക്കുകയാണ്. പൊതുവിൽ നിയമസഭക്കകത്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും നല്ലതുപോലെ സ്പീക്കറോട് സഹകരിച്ചു. അതിൻ്റെ ഭാഗമായി ഒരുപാട് നിയമനിർമ്മാണങ്ങൾ നടത്താൻ സാധിച്ചു. ഏറ്റവും കൂടുതൽ നിയമനിർമ്മാണം നടത്തിയത് ഈ കാലയളവിലാണ്. അതോടൊപ്പം KLIBF കേരള ലെജിസ്ലേച്ചർ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ സാധിച്ചു. അതിലെല്ലാം ഉപരി നിയമസഭ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനും ഈ കാലയളവിൽ സാധിച്ചു. അതോടൊപ്പം ലൈബ്രറിയിൽ പബ്ലിക്കിന് ഉപയോഗിക്കാൻ സാധിക്കത്തക്ക നിലയിൽ ഞങ്ങളുടെ ഭാഗത്ത് നടപടികളുണ്ടായി. വരാൻ പോകുന്ന നിയമസഭാ സാമാജികന്മാരോട് ഒഴിഞ്ഞു പോകുന്ന സ്പീക്കർ എന്ന നിലക്ക് സഭയെ ഗൗരവമായി കാണണം. നിയമസഭാ സാമാജികന്മാർ പരമാവധി സമയം സഭക്കൊക്കെ തിരിക്കാൻ വേണ്ടി തയ്യാറാവണം. 16-ാം കേരള നിയമസഭയുടെ നഷ്ടമാണോ അതെല്ലാം ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമല്ലേ. സ്പീക്കറായി വരുമ്പോഴേ ആളുകൾ, അതായത് സഭയിൽ വളരെ ചടുലമായി ഇടപെടുന്ന ഒരു ഭരണപക്ഷ നിരയിലെ ഒരു പ്രക്ഷോഭകാരിയായിരുന്നല്ലോ. അപ്പോൾ സ്പീക്കറായി വരുമ്പോൾ ഷംസീറിന് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ള ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കകളെല്ലാം അസ്ഥാനത്താക്കുന്ന പ്രകടനം കാഴ്ചവെച്ചില്ലേ? ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, എന്തുകൊണ്ടാണ് സഭക്കകത്തൊരു നോട്ടി എന്ന് തന്നെ വിളിക്കാൻ കാരണം, ഞാൻ സഭക്കകത്ത് ഇരുന്നുകൊണ്ട് ഇടപെട്ടുകൊണ്ടാണ്. പക്ഷേ പല സാമാജികരെക്കുറിച്ചുള്ള എനിക്കുള്ള വിമർശനം യങ്സ്റ്റേഴ്സാണ്, പുതിയ ആൾക്കാരുടെ ഭാഗത്തുനിന്നല്ല, പുതിയ സാമാജികന്മാരുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര സഭക്കകത്ത് ഇരിക്കുന്നില്ല. സഭാ പ്രൊസീഡിങ്സ് ബുക്ക് വായിച്ചല്ല പഠിക്കേണ്ടത്, സഭക്കകത്ത് ഇരുന്നാണ്. പല സാമാജികന്മാരും അതിൽ വേണ്ടത്ര ഗൗരവം കാണിക്കുന്നില്ലെന്ന വിമർശനം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് പുതിയതിൽ അവർ തിരുത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. രണ്ട് പക്ഷത്തും അങ്ങനെയാണ്, രണ്ട് പക്ഷത്തുണ്ട്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പൊതുവിൽ ഈ ആൾ സംസാരിക്കുമ്പോൾ UDF നിന്ന് വരുന്ന MLA മാർ, പുതിയ MLA മാർ കുറച്ചുകൂടി അഗ്രസീവാണ്, അവർ സഭയിൽ ഇടപെടുന്നത്, അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട്. അല്ല, അങ്ങനെയല്ലല്ലോ. UDF ആയാലും LDF ആയാലും അവരുടെ സീനിയേഴ്സിനെ കണ്ടുപിടിക്കണം. അവരുടെ സീനിയേഴ്സ് എല്ലാം സഭക്കകത്ത് കൃത്യമായി ഇരിക്കുന്നുണ്ട്. എന്നാൽ പുതിയ വന്ന ആളുകൾ രണ്ട് പക്ഷത്തുനിന്നും വേണ്ടത്ര ഗൗരവമായി സഭയെ കാണുന്നില്ല. അതെൻ്റെ വിമർശനമാണ്. അത് തിരുത്തിയാൽ അവർക്ക് നല്ലത്. ഈ സ്പീക്കർ ഡയസിലിരുന്ന് രണ്ട് നിരയിലേക്ക് ഇങ്ങനെ കണ്ണു വായിക്കുമ്പോൾ എന്തായിരുന്നു തോന്നുന്നത്? അല്ല, വളരെ ചാരിതാർത്ഥ്യമുണ്ട്. വളരെ പ്രൗഡായിരുന്നു ആ ചെയറിനകത്ത് ഇരിക്കുമ്പം. എൻ്റെ പാർട്ടി ഇത്തരമൊരു സ്ഥാനം എന്നെ ഏൽപ്പിച്ചു. തിരിഞ്ഞു നോക്കുമ്പം അത് പാർട്ടിയും ജനങ്ങളും അവരുടെ വിശ്വാസം അർപ്പിക്കത്തക്ക നിലയിൽ അത് പൂർണ്ണമായും നിർവഹിക്കാൻ സാധിച്ചു. രണ്ട് ഭാഗത്തിനെ കുറിച്ച് പരാതികളുണ്ടാവില്ല. സ്വാഭാവികമായി ഉണ്ടാകുന്ന ആരോപണങ്ങൾക്കപ്പുറത്ത് ഗൗരവമായി പ്രതിപക്ഷത്തിന് എന്നെക്കുറിച്ച് ആരോപണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. പ്രതിപക്ഷത്തിൻ്റെ അവകാശവും സംരക്ഷിച്ചു, ഗവൺമെൻറ്റിൻ്റെ ബിസിനസ് നടത്തിക്കൊടുക്കാൻ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് പക്ഷവും LDF എന്നോ UDF എന്നോ വ്യത്യാസമില്ലാതെ, ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ രണ്ട് പക്ഷവും നല്ല രീതിയിൽ സഹകരിച്ചതുകൊണ്ടാണ് സഭാ സമ്മേളനം നല്ലത് നടത്താൻ കഴിഞ്ഞത്. സഭയുടെ പ്രതിഷേധങ്ങളെല്ലാം കാണുന്നുണ്ട്. സഭയുടെ പ്രതിഷേധം ആരാ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പൊതുസമൂഹത്തിന് കിട്ടുന്നത്? അപ്പോൾ അത് നിങ്ങളുടെ ഒരു ആക്ഷേപം മാത്രമാണ്. സഭക്കകത്ത് നടക്കുന്ന പ്രതിഷേധങ്ങൾ ജനങ്ങൾ കാണണം, അത് ജനങ്ങളെ കാണിക്കുന്നുണ്ട്. ഈ 3.5 വർഷം ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാതെ നിൽക്കാൻ അതൊരു ശരിക്കും നഷ്ടമാണെന്ന് തോന്നുന്നുണ്ട്, നഷ്ടബോധം തോന്നുന്നുണ്ട്. 3.5 വർഷം അങ്ങനെ മാറി നിൽക്കേണ്ടി വന്ന നിയമസഭാ സാമാജികനായി AN ഷംസീറിനെ തീരുമാനിച്ചത് CPIM ആണ്. അതേ CPIM ഒരു വലിയ ഉത്തരവാദിത്വം തന്നെ ഏൽപ്പിച്ചു. ആ ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിച്ചതാണ്. അത് നിർവഹിക്കുക എന്നുള്ളതാണ് ഒരു ഒബീഡിയൻറ്റ് പാർട്ടി കേഡർ എന്നുള്ള എൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പം ഞാൻ വീണ്ടും ബാക്ക് ടു പാർട്ടിയാണ്. പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതല നിർവഹിച്ച് കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഉണ്ടാകും. തുടർഭരണമെന്നും അതുപോലെ തിരിച്ചുവരവ് എന്നൊക്കെ പറഞ്ഞ് രണ്ട് തരത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്താണ് സ്പീക്കറുടെ അതിൽ തുടർഭരണം ഉണ്ടാകും, ഉറപ്പ്. അങ്ങ് പല മണ്ഡലങ്ങളിലും പോയിട്ടുണ്ടെന്ന്. അതെ, തുടർഭരണം ഉണ്ടാകും. പുറത്തു നിന്ന് ഞങ്ങളതിനെ വീക്ഷിക്കും. നല്ല രീതിയിൽ തന്നെ ഇടതുപക്ഷത്തിന് ജയിച്ചു വരാൻ സാധിക്കുമെന്ന് വിശ്വാസം എനിക്കുള്ളത്. പുതിയ സഭയ്ക്കുള്ള ക്രമീകരണങ്ങളൊക്കെ അപ്പോൾ ഇന്ന് വന്ന തന്നെ അതിനാണ് 16th കേരള കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും പുതിയ സാമാജികന്മാരെ വരവേൽക്കാനുമുള്ള കാര്യങ്ങൾ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ്. ആ നിലയിൽ പുതിയ സാമാജികരെ ഞങ്ങൾ വരവേൽക്കും.